അന്ന് കടൽ വളരെ പ്രക്ഷുബ്ധമായി ആർത്തിരമ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ കടലിലൂടെയാണ് അറ്റോച്ച എന്ന ഒരു സ്പാനിഷ് കാർഗോ ഷിപ്പ് സ്പെയിൻ ലക്ഷ്യമാക്കി നിറയെ സ്വർണങ്ങളും സിൽവറുമായി പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ കപ്പൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഒരു കൊടുങ്കാറ്റിന്റെ അകത്തേക്കായിരുന്നു. കൊടുങ്കാറ്റ് കപ്പലിന്റെ കൊടിമരങ്ങൾ കീറിമുറിക്കുകയും മിനിറ്റുകൾ കൊണ്ട് കപ്പൽ തിരമാലകൾക്കുള്ളിലേക്ക് തകർന്നു വീഴുകയുമായിരുന്നു. റെക്കോർഡുകൾ അനുസരിച്ച് $500 മില്യൺ മൂല്യമുള്ള, അതായത് 4000 കോടിയിലധികം രൂപ മൂല്യമുള്ള നിധിയായിരുന്നു ആ രാത്രി കടലിൽ പതിച്ചതും പിന്നീട് അതൊരു നിഗൂഢതയായി മാറിയതും. പക്ഷേ 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം 1985 കോടികൾ മൂല്യമുള്ള ആ നിധി കണ്ടെത്തുകയായിരുന്നു. പക്ഷേ അന്നവർ കപ്പലിൽ കണ്ടത് വെറും ഗോൾഡും സിൽവറും മാത്രമായിരുന്നില്ല. അതിനേക്കാൾ മൂല്യമുള്ള പലതും അന്നവർ തകർന്നടിഞ്ഞ ആ കപ്പലിൽ കണ്ടെത്തുകയായിരുന്നു. സിനിമയെ വെല്ലുന്ന ഒരു നിധിവേട്ടയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അന്ന് ആ രാത്രി അറ്റോച്ച മുങ്ങിത്താഴ്ന്നത് 200 മൈലോളം മാത്രം നീളമുള്ള 1700ഓളം ചെറിയ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന ഫ്ലോറിഡ കീസിന്റെ ഭാഗത്തായാണ്. കപ്പൽ മുങ്ങിയ സമയത്ത് അറ്റോച്ച എവിടെയാണ് മുങ്ങിയത് എന്നതിനെക്കുറിച്ച് ആളുകൾക്ക് ധാരണയുണ്ടായിരുന്നു. എന്നാൽ 2 ആഴ്ചകൾക്ക് ശേഷം അവിടെയുണ്ടായ മറ്റൊരു കൊടുങ്കാറ്റിൽ കപ്പൽ പല ഭാഗങ്ങളായി പിളരുകയും കടലിന്റെ പല ഭാഗങ്ങളിൽ പതിക്കുകയുമായിരുന്നു. അങ്ങനെയാണ് അറ്റോച്ച പൂർണ്ണമായും അജ്ഞാതമായി മാറുന്നത്. പക്ഷേ അറ്റോച്ചയുടെ കാർഗോ മാനിഫെസ്റ്റിൽ കപ്പലിലുണ്ടായിരുന്ന വസ്തുക്കളുടെ വിവരങ്ങൾ മുഴുവൻ രേഖപ്പെടുത്തിയിരുന്നു. അതിലെ കണക്കുകൾ പ്രകാരം 150 ഗോൾഡ് ബാറുകൾ, 1000 സിൽവർ ബാറുകൾ, കൂടാതെ 50ഓളം പെട്ടികളിലായി മൂല്യമുള്ള പല കോയിൻസുകളും ഉണ്ടായിരുന്നു. എല്ലാം ചേർത്തു നോക്കിയാൽ മുൻപേ പറഞ്ഞതുപോലെ ഇന്നത്തെ 400 കോടിയോളം ഇന്ത്യൻ രൂപ മൂല്യമുണ്ടായിരുന്നു. അത്രയും മൂല്യമുള്ള നിധി കണ്ടെത്താനാണ് അമേരിക്കൻ ട്രഷർ ഹണ്ടർ ആയിട്ടുള്ള മെൽ ഫിഷർ രംഗത്തെത്തുന്നത്. തന്റെ ജീവിതത്തിന്റെ നല്ലൊരു പങ്കും ഡൈവിംഗ് ചെയ്യുന്നതിലായിരുന്നു അദ്ദേഹം ചിലവഴിച്ചിരുന്നത്. കൂടാതെ അദ്ദേഹം തന്റെ ഭാര്യയുമായി 60,000ഓളം ആളുകളെ ഡൈവിംഗ് പഠിപ്പിക്കുന്ന ഒരു ഡൈവിംഗ് സ്കൂളും നടത്തിയിരുന്നു. അങ്ങനെ മെൽഫിഷറും ഫാമിലിയും 1969 അറ്റോച്ചയിലെ നിധി തേടി ഫ്ലോറിഡ കീസുകളിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. ചെറിയ ബോട്ടും മെറ്റൽ ഡിറ്റക്ടേഴ്സും ഉപയോഗിച്ച് മുൻപ് ചില ഡോക്യുമെന്റ്സുകളിലും മറ്റും പരാമർശിച്ചിട്ടുള്ള മറ്റേക്കുംബെ കീസ് എന്ന ദ്വീപിന്റെ ഭാഗത്തായി അവർ നിധി തിരയാൻ ആരംഭിച്ചു. പക്ഷേ 1 വർഷം കഴിഞ്ഞപ്പോൾ 1,00,000 മൈലുകൾ അവർ കവർ ചെയ്തെങ്കിലും അവർക്ക് ഒന്നും ലഭിച്ചിരുന്നില്ല. കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന കടലിനടിയിൽ എവിടെയോ മറഞ്ഞിരിക്കുന്ന നിധി കണ്ടെത്തുന്നത് അത്രയും ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു. പക്ഷേ മെൽഫിഷറിന്റെ ഒരു തുറുപ്പുചീട്ടായിരുന്നു ഈജിൻ ലിയോൺ എന്ന ഹിസ്റ്റോറിയൻ. അങ്ങനെ കടലിലെവിടെയോ മുങ്ങിത്താഴുന്ന കപ്പലിനെക്കുറിച്ച് പഠിക്കാനായി അദ്ദേഹം സെവില്ലയിലെ സ്പാനിഷ് ആർക്കൈവ്സിലേക്ക് പോവുകയും പല ഗ്രന്ഥങ്ങൾ പരിശോധിക്കുകയും ചെയ്തു. അതിനിടയിലാണ് കപ്പൽ അപകടം സംഭവിച്ചതിന് 4 വർഷങ്ങൾക്ക് ശേഷം രചിക്കപ്പെട്ട ഒരു ഡോക്യുമെന്റിൽ കപ്പലിനെക്കുറിച്ച് പരാമർശിച്ചത് അദ്ദേഹം ശ്രദ്ധിക്കുന്നത്. അതിൽ മാർക്യൂസാസ് കീസ് എന്നറിയപ്പെടുന്ന പ്രദേശത്ത് മുൻപ് സെർച്ച് നടന്നിട്ടുള്ളതായി രേഖപ്പെടുത്തിയിരുന്നു. ഈ പ്രദേശം അവർ മുൻപ് സെർച്ച് ചെയ്ത പ്രദേശത്തിൽ നിന്നും 158 കിലോമീറ്ററോളം അകലെയായിരുന്നു. ഈ ഇൻഫർമേഷൻ ലഭിച്ചപ്പോൾ തന്നെ മെൽഫിഷറും സംഘവും മാർക്യൂസാസ് കീസ് എന്ന പ്രദേശത്തേക്ക് യാത്ര തിരിച്ചു. പക്ഷേ അവിടെ ഡൈവേഴ്സ് വലിയൊരു പ്രശ്നം നേരിട്ടിരുന്നു. വിസിബിലിറ്റി ആയിരുന്നു ആ പ്രശ്നം. അതായത് സർഫസിന്റെ മുകൾ ഭാഗം ക്ലിയർ ആണെങ്കിലും താഴേക്ക് പോകുന്തോറും ഡൈവേഴ്സിന്റെ സ്വന്തം കൈ പോലും അവർക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അതിനൊരു പരിഹാരമായി മെൽഫിഷർ ഒരു ഐഡിയ കൊണ്ടുവരുന്നത്. അതിനായി അദ്ദേഹം വലിയ 2 ട്യൂബുകൾ അവരുടെ ബോട്ടിന്റെ പ്രൊപ്പല്ലേഴ്സിന്റെ ബാക്കിൽ ഫിറ്റ് ചെയ്ത് മുകളിലെ ക്ലിയർ വാട്ടർ താഴേക്ക് റീഡയറക്ട് ചെയ്ത് ഡൈവേഴ്സ് സെർച്ച് ചെയ്യുന്ന സർഫസിലേക്ക് ഷൂട്ട് ചെയ്യുകയും വെള്ളം ക്ലിയർ ആക്കുകയുമാണ് ചെയ്തത്. വെള്ളം ക്ലിയർ ആക്കുന്നതിനു പുറമെ താഴെയുള്ള മണൽത്തരികൾ മാറ്റി മണലിന് താഴെയുള്ള ഭാഗം കൂടി കാണാൻ ഇത് സഹായിച്ചിരുന്നു. അങ്ങനെ 1971 ഒരു ദിവസം മണൽത്തരികൾക്കടിയിലായി അവർ ഒരു കപ്പലിന്റെ നങ്കൂരം കണ്ടെത്തുകയായിരുന്നു. അതൊരു നിധിയുടെ ഭാഗം ആയിരുന്നില്ലെങ്കിലും തങ്ങൾ അന്വേഷിക്കുന്ന കപ്പൽ അടുത്തെവിടെയോ തന്നെ ഉണ്ടെന്നതിന്റെ ഒരു സൂചനയാണതെന്ന് അവർ വിശ്വസിച്ചു. തുടർന്ന് കപ്പുകൾ, വാളുകൾ, കാനോൺ ബോളുകൾ, അയൺ നെയിലുകൾ തുടങ്ങി പല വസ്തുക്കളും അവർ അവിടെ നിന്നും കണ്ടെത്തി. ലഭിച്ചതെല്ലാം ട്രാക്ക് ചെയ്യാനായി
അവർ സർക്കിളുകൾ ഉപയോഗിച്ചുള്ള ഒരു മാപ്പ് നിർമ്മിച്ചെടുത്തു. അതിൽ കപ്പലിന്റെ ഓരോ ഭാഗങ്ങളും ലഭിച്ച സ്ഥലങ്ങളായിരുന്നു റൗണ്ടിൽ മാർക്ക് ചെയ്തിരുന്നത്. കുറച്ചു നാളുകൾക്ക് ശേഷം മാപ്പിൽ ഒരു ക്ലിയർ ലൈൻ കാണാൻ തുടങ്ങുകയായിരുന്നു. അങ്ങനെ അറ്റോച്ച എന്ന കപ്പൽ ഈ ലൈനിന്റെ ഭാഗത്തായി എവിടെയോ ഉണ്ടെന്ന് അവർ വിശ്വസിക്കുകയായിരുന്നു. പക്ഷേ അവിടെയുള്ള പരിസര പ്രദേശങ്ങളിൽ 2 വർഷങ്ങളോളം സെർച്ച് ചെയ്തിട്ടും അവർക്ക് നിധിയുടെ ഒരു ഭാഗവും ലഭിച്ചിരുന്നില്ല. അതിനാൽ തന്നെ അവരുടെ ചിലവിന്റെ ഭാഗമായ പണം ലഭിക്കാനുള്ള ഫണ്ടിംഗ് തുടർന്ന് ഇനിയും ലഭിക്കണമെങ്കിൽ അവർക്ക് വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടെത്തണമായിരുന്നു. അങ്ങനെ 1973 കപ്പലിന്റെ നങ്കൂരം കണ്ടെത്തിയതിന്റെ കുറച്ചകലെ നിന്നും അവർക്ക് സിൽവർ കോയിൻസും 3 വലിയ സിൽവർ ബാറുകളും ലഭിക്കുകയായിരുന്നു. ഈ കണ്ടെത്തൽ മാത്രം $1,00,000 അഥവാ 85 ലക്ഷം രൂപയോളം മൂല്യമുള്ളതായിരുന്നു. പക്ഷേ അത് അറ്റോച്ചയിൽ നിന്നുള്ളത് തന്നെയാണോ എന്നതിന് അവർക്ക് ഉറപ്പില്ലായിരുന്നു. കാരണം അപകടം സംഭവിച്ച അതേ രാത്രിയിൽ അറ്റോച്ചയുടെ സിസ്റ്റർ ഷിപ്പായ സാന്റ മാർഗരിറ്റയും അപകടത്തിൽപ്പെട്ടിരുന്നു. അതിനാൽ തന്നെ അവർ വീണ്ടും കപ്പലിന്റെ കാർഗോ മാനിഫെസ്റ്റ് പരിശോധിക്കുകയും അതിൽ കപ്പലിലുണ്ടായിരുന്ന ഓരോ സിൽവർ ബാൾസിന്റെയും ഗോൾഡ് ബാൾസിന്റെയും തൂക്കവും സീരിയൽ നമ്പർ വരെ അടങ്ങുന്ന വിവരങ്ങളും ഉണ്ടായിരുന്നു. അത് ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ അതെല്ലാം അറ്റോച്ചയിൽ നിന്നുള്ളത് തന്നെയായിരുന്നെന്ന് അവർ കൺഫേം ചെയ്യുകയായിരുന്നു. അങ്ങനെ അവർ ഇലക്ട്രോലിസിസ് വഴി കോയിൻസ് ക്ലീൻ ചെയ്ത് അതവർ വിൽക്കുകയായിരുന്നു. അങ്ങനെ കൂടുതൽ നിധി കണ്ടെത്താനായി അവർ പുതിയ സോണാർ ഡിറ്റക്ടിംഗ് ടെക്നോളജിയും ഉപയോഗപ്പെടുത്തിയിരുന്നു. പക്ഷേ അപ്പോഴാണ് അവർക്കെതിരെ ഫ്ലോറിഡ ഗവൺമെന്റ് തിരിയുകയും കണ്ടെത്തിയ നിധിക്ക് അവകാശി ഫ്ലോറിഡ ഗവൺമെന്റ് ആണെന്നും പറഞ്ഞ് അവർ രംഗത്തെത്തുന്നത്. അതിനാൽ തന്നെ മെൽഫിഷർ അതിനെതിരെ നിയമപരമായി മുന്നോട്ടു പോകാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു. അതേസമയം അദ്ദേഹത്തിന്റെ സെർച്ചിംഗ് ക്രൂ കൂടുതൽ വസ്തുക്കൾ കണ്ടെത്തുകയായിരുന്നു. അക്കൂട്ടത്തിൽ 9 ബ്രോൺസ് പീരങ്കികളും ഉണ്ടായിരുന്നു. പക്ഷേ ഈ കണ്ടെത്തൽ നടന്ന പിറ്റേ ദിവസം രാത്രിയിൽ അവരുടെ ഒരു ബോട്ട് നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയും മെൽഫിഷറിന്റെ മകനുൾപ്പെടെ 3 ക്രൂ മെമ്പേഴ്സ് മരണപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെ 3 വർഷങ്ങൾക്ക് ശേഷവും കാര്യമായ പുതിയ കണ്ടെത്തലുകളൊന്നുമില്ലാതെ സെർച്ചിംഗ് ക്രൂ നിധി അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. അതിനിടയിലാണ് താൻ മുൻപെപ്പോഴോ വായിച്ച ഒരു ഡോക്യുമെന്റ് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത്. അറ്റോച്ചയുടെ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരാൾ എഴുതിയ ഡോക്യുമെന്റ്സ് ആയിരുന്നു അത്. അതിൽ അയാൾ കപ്പലിലേക്ക് വളരെ മൂല്യമുള്ള 70 പൗണ്ടോളം കൊളംബിയൻ മരതകം കടത്താൻ സഹായിച്ചിരുന്നു എന്നതിന്റെ സ്റ്റേറ്റ്മെന്റുകളായിരുന്നു അത്. അതിനാൽ തന്നെ കപ്പലിൽ സ്വർണവും സിൽവറിനും പുറമെ മറ്റെന്തൊക്കെയോ വിലയേറിയ വസ്തുക്കളുണ്ടെന്ന് മെൽഫിഷർ വിശ്വസിച്ചു. കൂടാതെ അതേസമയം 8 വർഷത്തെ നിയമപരമായ പോരാട്ടത്തിനൊടുവിൽ മെൽഫിഷർ ഫ്ലോറിഡ ഗവൺമെന്റിനെതിരെയുള്ള കേസിൽ വിജയിക്കുകയും നിധിയുടെ 100% അവകാശം അദ്ദേഹത്തിന് തന്നെ ലഭിക്കുകയുമായിരുന്നു. എങ്കിലും കോടികൾ ചിലവഴിച്ച നിധിവേട്ടയിൽ അവർക്ക് മൂല്യമേറിയ മറ്റൊന്നും ലഭിച്ചിരുന്നില്ല. പക്ഷേ നിധിവേട്ട നിർത്തി പരാജയപ്പെട്ട് പിന്തിരിഞ്ഞു പോകാൻ അദ്ദേഹം തയ്യാറല്ലായിരുന്നു. അങ്ങനെ 1983 തിരച്ചിലിലായിരുന്ന സെർച്ചിംഗ് ക്രൂവിന്റെ മാഗ്നറ്റോമീറ്ററിൽ എന്തോ ഡിറ്റക്ട് ചെയ്യുകയായിരുന്നു. തുടർന്ന് അതെന്താണെന്ന് നോക്കാനായി ഡൈവേഴ്സ് അവിടേക്ക് പോയി. അവിടെ കുറച്ച് മെറ്റാലിക് ഒബ്ജക്റ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് കണ്ടെത്തിയത് അവർ ആദ്യം വരച്ച ലൈനിൽ നിന്നും അകലെയായിട്ടായിരുന്നു. കപ്പൽ അപകടത്തിൽപ്പെട്ട ശേഷം അത് കടലിനടിയിലൂടെ പല ഭാഗങ്ങളായി ചിതറിപ്പോയതാണെന്ന് അവർ മനസ്സിലാക്കി. തുടർന്ന് അവർ കുറച്ചധികം നാളുകൾ ആ പ്രദേശത്ത് തിരച്ചിൽ നടത്തുകയും നിധിയുടെ ചില ഭാഗങ്ങൾ ലഭിക്കുകയും ചെയ്തു. അങ്ങനെ 1985 ജൂലൈ 20 അതായത് 3 ക്രൂ മെമ്പേഴ്സിന്റെ മരണത്തിന് 10 വർഷങ്ങൾക്ക് ശേഷം അവരുടെ സോണാർ സ്കാനറിൽ വലിയ എന്തോ ഒരു ഒബ്ജക്റ്റ് ഡിറ്റക്ട് ചെയ്യുകയായിരുന്നു. അങ്ങനെ 2 ഡൈവേഴ്സ് ആ ഒബ്ജക്റ്റിനടുത്തേക്ക് സെർച്ചിങ്ങിനായി പോവുകയായിരുന്നു. അങ്ങനെ അവർ വർഷങ്ങൾക്കൊടുവിൽ ആ നിധി കൂമ്പാരത്തിന് മുൻപിൽ എത്തിപ്പെടുകയായിരുന്നു. അടി നീളമുള്ള തകർന്ന ആ കപ്പലിന് മുകളിലായി കൂമ്പാരക്കണക്കിന് സിൽവർ ബാറുകളായിരുന്നു ഉണ്ടായിരുന്നത്. കൂടാതെ അതിനടുത്തായി കുറച്ച് കോയിൻ ബോക്സുകളും ഗോൾഡ് ബാറുകളും ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു. 16 വർഷങ്ങളുടെ പ്രതീക്ഷ കൈവിടാത്ത തിരച്ചിലിനൊടുവിൽ അവർ അറ്റോച്ചയെയും ആ നിധിയെയും കണ്ടെത്തുകയായിരുന്നു. കൂടാതെ ഒരു കല്ലിന് വരെ
കോടിക്കണക്കിന് മൂല്യമുള്ള 2000-ഓളം മരതക കല്ലുകളും അവർ കണ്ടെത്തിയിരുന്നു. 1988 മരണപ്പെടുമ്പോൾ മെൽ ഫിഷറിന്റെ ടോട്ടൽ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് $100 മില്യൺ ഡോളേഴ്സോളമായിരുന്നു. അഥവാ 900 കോടിയോളം ഇന്ത്യൻ രൂപ. പണ്ട് റൂമി പറഞ്ഞതുപോലെ, നീ തേടുന്നതെന്തോ അത് നിന്നെയും തേടുന്നു.